ഫോട്ടോഷോപ്പിലെ റൂളർ ആണ് നമ്മൾ മുകളിൽ കാണുന്ന ഈ ഭാഗം. പലപ്പോഴും ഇത് ഹൈഡ് ആയിട്ടാണ് കിടക്കാറ്. ഗൈഡ് ലൈൻസും മറ്റും അതുപോലെ തന്നെ സ്മാർട്ട് ലൈൻസും മറ്റും നമുക്ക് ചിത്രത്തിൽ അല്ലെങ്കിൽ ഡിസൈനിങ്ങിന് ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് റൂളർ ആവശ്യമായി വരും. റൂളർ ഓൺ ഓഫ് ചെയ്യുന്നതിന് കീബോർഡിൽ കൺട്രോൾ അമർത്തി 6 പ്രസ് ചെയ്യുക. അപ്പോൾ റൂളർ ഓഫ് ആവും, ഓൺ ആവും, ഓഫായി, ഓണായി. ഇതിൽ തന്നെ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഗൈഡ് ലൈൻസ് ലഭിക്കുന്നതാണ്. ഇതിനെയാണ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ട് ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു ഭാഗത്ത് നിന്ന് 120 ഗൈഡ് ലൈൻസ് വരെ നമുക്ക് ലഭിക്കാവുന്നതാണ്. ഇത് ഓഫ് ആക്കാൻ, അതായത് മുഴുവനായിട്ട് ഒഴിവാക്കാനായിട്ട് വ്യൂവിൽ പോവാം, ക്ലിയർ ഗൈഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഒഴിവാകും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അവയെ താൽക്കാലികമായി മറയ്ക്കുന്നതിന് കീബോർഡിൽ കൺട്രോൾ സെമിക്കോളൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താൽക്കാലികമായി മറയുകയും കൺട്രോൾ സെമിക്കോളൻ തന്നെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ ഉപയോഗപ്പെടുത്താവുന്ന മറ്റൊരു സംഗതിയാണ് ഇതിന്റെ ഗ്രിഡ് ലൈൻസ്. കീബോർഡിൽ കൺട്രോൾ അപ്പോസ്ട്രോഫി അഥവാ സിംഗിൾ ഇൻവെർട്ടഡ് കോമ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ഡോക്യുമെന്റിൽ കൊണ്ടുവരാനും ഒഴിവാക്കാനും സാധിക്കും. ഇത് കൂടാതെ വ്യൂ മെനുവിൽ നിന്നും ഇവിടെ ഷോ എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ഗ്രിഡ് ലൈൻസ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനും അതേ കീ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ മറയ്ക്കാനും സാധിക്കും. ഗൈഡ് ലൈൻസ് ഡോക്യുമെന്റിന്റെ ഒരു പ്രത്യേക പൊസിഷനിൽ വരുന്നതിന് വ്യൂ മെനുവിൽ ന്യൂ ഗൈഡ് കൊടുക്കുക. ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടാണോ വെർട്ടിക്കൽ ആയിട്ടാണോ വരേണ്ടതെന്ന് ആദ്യം കൊടുക്കുക, ഓറിയന്റേഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ അളവ് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് 0-ലാണ് വരേണ്ടതെങ്കിൽ 0 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ മുകളിലായിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ വന്നിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ട് വരുന്നതിന് ന്യൂ ഗൈഡ് കൊടുക്കുക, വെർട്ടിക്കൽ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈനിനെ ഹൊറിസോണ്ടൽ ആക്കുന്നതിന് കീബോർഡിൽ ആൾട്ട് പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഉടനെ അത് വെർട്ടിക്കൽ ആയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടും അന്യോന്യം മാറുന്നതാണ്. ഒരു ഡോക്യുമെന്റിന്റെ നടുവിലായിട്ട് ഒരു സെന്റർ പൊസിഷനിലായിട്ട് നമുക്കൊരു ഗൈഡ് ലൈൻസ് ലഭിക്കുന്നതിന് അത് സെലക്ട് ചെയ്യുക, കൺട്രോൾ എ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക, കൺട്രോൾ ടി പ്രസ് ചെയ്തിട്ട് അതിന്റെ ഹാൻഡിൽസ് വരുത്തുക. ഈ സമയത്ത് നമുക്ക് ഓരോ എന്താ പറയുക ഗൈഡ് ലൈൻസ് കൊണ്ടുവന്ന് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുക, ആൾട്ട് കൺട്രോൾ ഡി പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ ഒഴിവാക്കുക. ഇപ്പോൾ ഇതാണ് അതിന്റെ സെന്റർ പൊസിഷനായിട്ട് നമുക്ക് ലഭിക്കുന്നത്.